രാമൻ നിൽക്കുന്നത് ഗാന്ധിജി മരിച്ചു വീണ ബിർള മന്ദിരത്തിന്റെ ഇടനാഴിയിലെന്ന് വി.ഡി. സതീശൻ. അയോധ്യയിൽ നടക്കുന്നത് ബി.ജെ.പിയുടെ രാഷ്ട്രീയ പരിപാടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാമൻ ബി.ജെ.പിക്കൊപ്പമല്ല, ഹേ റാം എന്ന ചുണ്ടനക്കത്തോടെ ഗാന്ധിജി മരിച്ചു വീണ ബിർള മന്ദിരത്തിന്റെ ഇടനാഴിയിലാണ് രാമൻ നിൽക്കുന്നത്. ഞങ്ങളുടെ രാമൻ അവിടെയാണ്. ബി.ജെ.പിയുടേത് രാഷ്ട്രീയമായി സൃഷ്ടിക്കപ്പെട്ട രാമനാണ്. ഇന്ത്യയിലെ എല്ലാ ഹിന്ദുമത വിശ്വാസികളുടെയും ആരാധ്യ പുരുഷനാണ് രാമൻ. രാമനോടോ അയോധ്യയോടോ അല്ല പ്രശ്നം. ക്ഷേത്രത്തെയും മതത്തെയും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശ്രമത്തോടാണ് ഞങ്ങളുടെ വിയോജിപ്പ്. ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടാണെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ജോഡോ ന്യായ് യാത്രയുടെ ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. അയോധ്യ വിഷയത്തിലുള്ള കോൺഗ്രസ് നിലപാട് AICC വ്യക്തമാക്കിയിട്ടുണ്ട്. ചടങ്ങിലേക്ക് പാർട്ടിയല്ല, വ്യക്തികളെയാണ് ക്ഷണിച്ചത്. ക്ഷണം ലഭിച്ച നേതാക്കൾ പാർട്ടിയുമായി ആലോചിച്ചു. അയോധ്യയിൽ നടക്കുന്നത് രാഷ്ട്രീയ പരിപാടിയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും ആരാധനാലയങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാനുമാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. അതിനോട് യോജിക്കാൻ പറ്റില്ല എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ അംഗീകരിക്കാനാകില്ലെന്ന വ്യക്തമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. NSSന് അവരുടെ അഭിപ്രായം പറയാം. ഞങ്ങളുടെ അഭിപ്രായം ആരുടെ മേലും അടിച്ചേൽപ്പിക്കില്ല. കോൺഗ്രസ് എടുത്തത് രാഷ്ട്രീയമായ തീരുമാനമാണ്. ആദിശങ്കരന്റെ പിന്മുറക്കാരും 4 മഠങ്ങളിലെ മഠാധിപതികളുമായ ശങ്കരാചാര്യന്മാരും അയോധ്യയെ ബി.ജെ.പി രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയോധ്യയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ കുറിച്ച് ഹിന്ദു സമൂഹത്തിനും ബോധ്യം വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഏത് വിശ്വാസികൾക്കും പോകാം. പക്ഷേ ചടങ്ങ് രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നതാണ് പ്രശ്നമെന്നും വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടി.